യൂബർ ഡ്രൈവറെ നഗ്നമായി നിർത്തി ഞങ്ങൾ പിന്നെ ഒരുമാതിരി മർദ്ദനം എഴുതി എന്നുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. ഒന്നിക്കൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ തെളിവുകൾ കാണിക്കാം, നഗ്നമാക്കിയതിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ അവനെ ഈ കമ്പിപ്പാര വെച്ച് അടിക്കുന്ന തെളിവുകൾ. ഇങ്ങനെ വായ കൊണ്ട് ഒരാൾ പറയുന്ന കാര്യം വിശ്വസിച്ച് ഒരാളെ ജീവിതം നശിപ്പിക്കാൻ ഇങ്ങനെ ഒരുമാതിരി വ്യാജ വാർത്തകൾ വായിക്കുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ കണ്ടേക്കുന്ന വീഡിയോയിൽ ആ ചാനലൊക്കെ ഞാൻ അത്യാവശ്യം ഒരു നിലപാടിൽ കണ്ടൊരു ചാനലായിരുന്നു. ഇപ്പം അതിൻ്റെ ആ ഒരു വില വരെ ഇല്ലാണ്ടാക്കി. കാരണം അത്രക്കും ഒരു കാര്യം സത്യാവസ്ഥ അറിയാൻ, കാരണം ഇപ്പോൾ ചില സമയം അവർ പറയും ഞങ്ങൾക്ക് കിട്ടിയ നിലവാരം അനുസരിച്ചിട്ടായിരിക്കും ഇത് റിപ്പോർട്ട് കൊടുത്തതെന്ന്. പക്ഷെ അത് കൊടുക്കുന്ന ഒരു വ്യാജ വാർത്തയാണ്. ഒന്നിക്കലും അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു കള്ളക്കേസാണ്. കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വാർത്തയൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കൂടെ നിങ്ങൾ ആലോചിക്കണം. കാരണം ഒരുപാട് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കും മറ്റുള്ളവർ ഒരു ഇത്രയും ഒരു ഇങ്ങനെ നിലപാടുള്ള ഒരു ചാനലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ അങ്ങനെ ചിത്രീകരിക്കുന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരുപാട് പേര് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ വാർത്ത പേപ്പറുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമാണ്. ഒരുപാട് ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ വന്ന പിന്നെ ഞാൻ ഒരു വാർത്ത അതിന് ശേഷം ഇന്നേ വരെ ഞാൻ ഒരു വിശ്വസിച്ചിട്ടില്ല. കാരണം സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരാളും റിയൽ കാര്യം എന്തെന്നുള്ള ഒരു സൈഡ് കേട്ടിട്ട് പറയണത് ഭയങ്കര ചെറ്റത്തരമായ ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. എന്താ പറയുക, ഞാനധികം ചെയ്യാത്ത കാര്യം തന്നെയാണ്. ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഒന്നും എല്ലാധികം സൈലൻ്റായി നിന്നൊരു വ്യക്തിയാണ്. കാരണം മറുവശത്തു നിന്ന് ഒരു ചതി കിട്ടുമ്പോൾ ഏതൊരു ആൾക്കായാലും ഒരു ഫീലിങ്സ് ഇൻസൈഡ് ഉണ്ടാവും. അതുള്ള ഒരാൾക്കാരും ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കില്ല. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ചീറ്റിംഗ് അത് വല്ലാത്തൊരു പെയിനായൊരു ഇതാണ്. പക്ഷെ നിയമം നോക്കിക്കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടാണ്. ഇപ്പം ഇതേപോലെയുള്ള നിയമം ഉണ്ടായത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ ഒരുപാട് കുട്ടിച്ചോറാകുന്നതും പിടിക്കുന്നതും. പക്ഷെ നമുക്ക് എന്ത് പറയാനാ, നിയമം അങ്ങനെ ആ ഒരു വഴിക്ക് ഇങ്ങനെ പോയി. പിന്നെ നമ്മളെ മനുഷ്യത്വം എന്ന് പറയുന്നത് വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് നമ്മുടെ ഭർത്താക്കന്മാരുടെ അവസ്ഥ അത് ഇപ്പം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ വ്യാജ വാർത്തകൾ നിങ്ങൾ ദയവേത് പ്രചരിപ്പിക്കാണ്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ആരൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ മാസ്റ്റർ പ്ലാനിങ് ആരാണെന്നുള്ളതെല്ലാം ഗസ് ചെയ്യാനേ ഉള്ളൂ. ഓരോ ജനങ്ങൾക്കും ജസ്റ്റ് ഗസ് ചെയ്താൽ മനസ്സിലാവും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. അപ്പോൾ ഓക്കെ.